ഹായ് ഓൾ, വെൽക്കം ടു എ ന്യൂ വ്ളോഗ്. നമ്മൾ എല്ലാവരുടെയും റിവ്യൂ സംഭവങ്ങളൊക്കെ കണ്ടിട്ട് ടിക്കറ്റ് ഒന്നും കിട്ടാണ്ടായിരുന്നില്ല. അങ്ങനെ ദുബായിലില്ല, ഷാർജയിലില്ല, എവിടെയും ടിക്കറ്റ് ഒന്നും കിട്ടാണ്ട് ലാസ്റ്റ് അജുമാനിൽ ടിക്കറ്റ് എടുത്തിട്ട് ലോക കാണാൻ പോയി. അസാധ്യ പടം, ഗംഭീര പടം. അതായത് ഒരു ഇന്റർനാഷണൽ ക്വാളിറ്റിയിലുള്ള ഒരു പടം. നമ്മൾ ബാക്കി ബോളിവുഡിലായാലും തമിഴിലൊക്കെ ആയാലും ഇങ്ങനത്തെ പടം ഇറങ്ങുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് സെലിബ്രേറ്റ് ചെയ്ത് നമ്മൾ പോയി കാണുന്നതാണ്. ഇത് ആ ലെവലിലൊരു പടം. അതായത് അവിടേക്ക് 200 കോടി 300 കോടി ആ ഒരു ബഡ്ജറ്റ് ഇട്ടിട്ടാണ് അവര് സിനിമ ഇറക്കണത്. അവര് അത്ര പ്രൊമോട്ടും ചെയ്യും. ഇത് ഒരു തള്ളിമറിക്കല അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. നേരെ വന്ന് ഗംഭീര പടം. അതായത് ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ നമ്മളങ്ങനെ പിടിച്ചിരുത്തും. അത്ര ക്വാളിറ്റിയിൽ സംവിധാനം, പിന്നെ തിരക്കഥ. അതായത് ഇത് പറയാൻ കാരണം ഇതിൽ കുറെ ക്യാമിയോസ് ഒരുപാടുണ്ട്. ഒരുപാട് പേര് വരുന്നുണ്ട്. അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സ്പോയിലറായി പോകും. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ പടം പോയിട്ട് തിയേറ്ററിൽ പോയി കാണണം. കാരണം ഇത് OTT വന്നിട്ട് TV-യിൽ കണ്ടാലോ മൊബൈലിൽ കണ്ടാലോ ഒന്നും നമുക്ക് ഒരിക്കലും ആ ഒരു ഫീല് കിട്ടില്ല. ഞങ്ങൾ പോയി കണ്ടത് IMAX-ലാണ്. അപ്പോൾ നമുക്ക് IMAX-ൽ കാണുമ്പോൾ ഒരു ഫുൾ ക്വാളിറ്റി ഒരു പടത്തിന്റെ മാക്സിമം കിട്ടും. നമ്മ അത്രയും ഹാപ്പി ആയിരുന്നു. ഇതിന്റെ ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്ടർ ആളൊരു വേൾഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിൽ കുറെ ക്യാരക്ടേഴ്സ് ഉണ്ട്. അവർക്കൊക്കെ നല്ല സ്പേസും ഉണ്ട്. ഇനി ആയാലും ഇതിന്റെ ബാക്കായിട്ട് അവർക്ക് ഒരുപാട് പടങ്ങളും ചെയ്യാൻ പറ്റും. നമുക്ക് ഇതിന് മുമ്പ് കിട്ടിയത് ആകെ ഒരു മിന്നൽ മുരളിയായിരുന്നു. അതും ഒരു നാടൻ സൂപ്പർ ഹീറോ ആയിരുന്നു. ഇതങ്ങനെയല്ല, ഒരു ഇന്റർനാഷണൽ ലുക്കിലുള്ള, അത് സൂപ്പർ ഹീറോ ആണോ വേറെ എന്താന്നുള്ളത് നിങ്ങൾക്ക് അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് പണ്ട് നമ്മുടെ ചെറുപ്പത്തിൽ കേട്ടിട്ടുള്ള കുറെ കഥകളൊക്കെ ഉണ്ട്. അതിൽ നിന്ന് വന്നിട്ടുള്ള കുറെ കഥാപാത്രങ്ങള്. അത് ഡയറക്ടറുടെ കഴിവാട്ടെ. ഈ സംഭവം ശരിക്കും പിടിച്ചില്ലെങ്കിൽ, അതായത് കറക്റ്റായിട്ട് ഡയറക്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നല്ല ട്രോള് കിട്ടും ഇതിറങ്ങുമ്പോൾ. പക്ഷെ അന്യായ മേക്കിങ്, അന്യായ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, അന്യായ കോസ്റ്റ്യൂം, എല്ലാം അടിപൊളി. ഇപ്പൊ കല്യാണി പ്രിയദർശനൊക്കെ ആണെങ്കിലും തകർത്തേക്കാണ്. അതായത് ഫ്രീക്ക്, അതായത് എന്താ പറയാ, ഒരു സ്വാഗ്, ഓറ, ഭയങ്കര പവർഫുൾ ക്യാരക്ടറാണ്. അതായത് ട്രോളാനാ ഒന്നിനും ഒരു വകുപ്പില്ലാണ്ട് കൊടുത്തേക്കണ്. അത് നേരെ പാളിപ്പോവാനുള്ള, നേരത്തെ പറഞ്ഞ പോലെ നേരെ പാളിപ്പോവാനുള്ള വകുപ്പുണ്ടായി. പക്ഷെ അതിനൊന്നും യാതൊരു ചാൻസും ഇല്ല. അസലായിട്ട് ചെയ്തിട്ടുണ്ട് നസ്ലിൻ എല്ലാ സിനിമയിലത്തെ പോലെ പാവമായിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ള ഒരു ആക്ടിങ്. അവനക്ക് അഭിനയിക്കണ്ട, നിഷ്കളങ്കമായിട്ടുള്ള ഒരു സംഭവം. അതായത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു നസ്ലിൻ ഉണ്ടല്ലോ, അതന്നെ സെയിം സംഭവം. പിന്നെ നമ്മുടെ ചന്തുവിന് നമ്മളെ ഫസ്റ്റ് പടം കഴിഞ്ഞിട്ട് ലൂസടിക്കറ, ആ സംഭവം കഴിഞ്ഞിട്ട് കിട്ടിയേക്കുന്ന അസാധ്യ ക്യാരക്ടർ. സലീം കുമാർ തന്നെ, വേറെ ഒന്നും പറയാനില്ല. അമ്മാതിരി ആക്ടിങ്. നമ്മുടെ എല്ലാ കൂട്ടത്തിലും അങ്ങനെ ഒരു കൂട്ടുകാരൻ ഉണ്ടാവും. അതുപോലത്തെ ഒരു നല്ലൊരു ക്യാരക്ടർ കിട്ടിയേക്കണ്. പിന്നെ അരുണായാലും നന്നായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ പറയേണ്ട ഒരു സംഭവം ഇതിലത്തെ വില്ലനാട്ടാ. ആള് വില്ലൻ ആളൊരു തമിഴ് ഇതാണ്. ആളുടെ ഒരു നോട്ടവും പരിപാടിയും അതില് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ കൂടി വരുമ്പോ അസാധ്യ പവർഫുൾ വില്ലൻ. അപ്പോ ഓണൊക്കെ ആയ കാരണം എല്ലാരും എന്തായാലും ഒരു പടത്തിന് പോകും. അപ്പൊ നമ്മുടെ മലയാളത്തിൽ ഇത്ര നല്ലൊരു പടം കിട്ടിയിട്ട് അത് നന്നായിട്ട് പ്രോത്സാഹിപ്പിക്കുക, അല്ലെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യാന്നുള്ളത് നമ്മള് മലയാളികളാണല്ലോ ചെയ്യേണ്ടത്. അപ്പോ എല്ലാരും കാണുക. പിന്നെന്താ വേറെ ആരാ, പിന്നെ 2-3 നമുക്ക് ഇഷ്ടപ്പെട്ട കുറെ കഥാപാത്രങ്ങൾ സിനിമയിൽ വരുന്നുണ്ട്. അത് പറഞ്ഞു കഴിഞ്ഞാൽ സ്പോയിലറായി പോകും. നിങ്ങൾക്ക് ആ ഒരു കിക്ക് കിട്ടില്ല. ഇപ്പൊ അവരെ ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും ആരൊക്കെയാണ് വരുന്നത് എന്താന്നുള്ളതൊക്കെ. പക്ഷെ അവരെ പ്രസന്റ് ചെയ്ത രീതിയും അവര് വരുന്നതൊക്കെ എന്റെ അമ്മേ കിടിലൻ. അപ്പോ നിങ്ങള് എന്തായാലും പോയി കാണണമെന്നാണ് റെക്കമെൻഡ് ചെയ്യുന്നത്. കല്യാണി, അതായത് എന്താ പറയാ, ഇപ്പൊ ഓണൊക്കെ ആയിട്ട് ലാലേട്ടനൊക്കെ ആയിട്ടാണ് കോമ്പറ്റീഷൻ വെച്ചിട്ട് ഈ പടം ഇറക്കിയിരിക്കുന്നത്. അപ്പൊ ആയിരിക്കും അത്ര ഒരു പ്രതീക്ഷ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇത് എന്താ പറയാ, ഫീമെയിൽ ക്യാരക്ടറിനെ വെച്ചിട്ട് ഇങ്ങനൊരു സംഭവം പ്രസന്റ് ചെയ്ത് ഇങ്ങനൊരു പടം ഇറക്കിയ ടീമിന് ദുൽഖറിനൊക്കെ സമ്മതിച്ചു കൊടുക്കണം. കാരണം ഇങ്ങനൊരു പടം പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ധൈര്യം കാണിച്ചതിന്. പിന്നെ എന്താ പറയാ, വേറെ എന്തോ സംഭവം ഉണ്ടായിരുന്നല്ലോ. ബിജിഎം പറഞ്ഞു തോന്നുന്നുണ്ട്. ബിജിഎം അടിപൊളിയാണ്.
അവരെ കോസ്റ്റ്യൂംസ്, നെസ്ലിനൊക്കെ കാണാൻ അസാധ്യ ലുക്കാണ് കേട്ടോ സിനിമയില്. നെസ്ലിൻ, കല്യാണി. പിന്നെ കല്യാണിക്ക് സൂപ്പർ ഹീറോ ആകുമ്പോൾ കിട്ടുന്ന ഡ്രസ്സൊക്കെ ഉണ്ടല്ലോ, സാധാരണ മലയാളത്തിൽ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കോമഡി ആയിട്ട് കൊടുക്കാറ്. ആർക്കെങ്കിലും പ്രേതങ്ങളൊക്കെ നമുക്ക് കോമഡി ആയിട്ടാണല്ലോ പല സിനിമയിലും. മലയാളി പ്രേതം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഉള്ള സാരി എടുത്തു വരുന്ന ഒരു കോമഡി പീസാണ് സാധാരണ ആക്കുക. പക്ഷെ ഇതില് കൂടുതൽ പറയാൻ പറ്റില്ല അത് എന്താന്നുള്ളത്. അത് നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ്, പ്രേതാണോ സൂപ്പർ ഹീറോ ആണോ എന്താണെന്നുള്ളത്. നിങ്ങൾ കാണുക, മാക്സിമം തിയേറ്ററിൽ പോയി കാണുക. കാരണം നമുക്കിത് എന്താ പറയാ, ബ്രഹ്മയുഗം ഒരു എക്സാമ്പിൾ പറയാം. അതൊരു നമ്മൊരു എന്താ പറയാ ഒരു പരീക്ഷണം പടം എന്ന് പറയാലോ. ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ, ഈ കാലഘട്ടത്തിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഒരു പടം നമ്മത് പോയി കണ്ടു. എനിക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ട പടമാണ്. അതായത് ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ ഇതെന്തിനാ കഴിഞ്ഞേ എന്നുള്ളൊരു അത്ര ഇഷ്ടപ്പെട്ട പടം. അതുപോലെ ഇത് വേറൊരു പരീക്ഷണ പടം, അത് ഇത്ര സക്സസ് ആക്കി മാറ്റിയ ടീമിന് നൈസ്. അപ്പോൾ അത്രേ ഉള്ളൂ, എല്ലാവരും പോയി കാണാം. താങ്ക് യു.